നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് ഉള്ളൊഴുക്ക് എന്ന സിനിമയെക്കുറിച്ചാണ്. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് 100 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ആളുകൾ പ്രതീക്ഷ എന്ന നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഉള്ളൊഴുക്ക് ഒരു ഗംഭീര സിനിമയാണ്. 2 അഭിനയ പ്രതിഭകൾ മത്സരിച്ച് അഭിനയിച്ചതുകൊണ്ടും പ്രമേയത്തിലെ വ്യത്യസ്തത കൊണ്ടും ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം. മനുഷ്യൻ്റെ മനസ്സിനെയും അതിലെ ശരി തെറ്റുകളെയുമൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ സിനിമയ്ക്കുള്ളത്. ഉർവശി, പാർവതി തിരുവോത്ത്, അലൻസിയർ, അർജുൻ രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി തുടങ്ങിയവരൊക്കെയാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. കുട്ടനാടിൻ്റെ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ലീലാമ്മ അവരുടെ മകൻ അസുഖബാധിതനായി മരണപ്പെടുന്നു. കാലവർഷമായതിനാലും താഴ്ന്ന പ്രദേശമായതിനാലും വെള്ളം കയറിയ സമയമായതിനാൽ മരണപ്പെട്ട ഉടനെ അടക്ക് നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല. മൃതദേഹം ഹോസ്പിറ്റൽ മോർച്ചറിയിലും പിന്നീട് വീട്ടിൽ കൊണ്ടുവന്ന മൊബൈൽ മോർച്ചറിയിലുമായി അവർ കാത്തിരിക്കുകയാണ് സംസ്കാരം നടത്തുന്നതിനായി. ഈ സമയത്ത് കുടുംബ മഹിമ കൊണ്ട് വളരെ പ്രശസ്തമായ, പുറമെ ശാന്തമെന്ന് തോന്നിക്കുന്ന ആ കുടുംബത്തിലെ അന്തർസംഘർഷങ്ങൾ ഓരോന്നും പുറത്തു വരുന്നതാണ് ഈ സിനിമയുടെ ഒരു കഥാപരിസരമെന്ന് പറയാം. ജീവിതം അത്ര എളുപ്പം ജീവിച്ചു തീർക്കാൻ കഴിയുന്നതല്ലെന്നും അതിൻ്റെ ഉള്ളിലെ സങ്കീർണതകൾ പരിഹാരമില്ലാത്തതായി തുടരുമെന്നുമൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണിത്. മനുഷ്യൻ ചില അവസരങ്ങളിൽ സ്വാർത്ഥരാകും. അതിനൊക്കെ അവർക്ക് അവരുടേതായ ന്യായങ്ങളും ഉണ്ടാവും. ഒരാളുടെ ശരി മറ്റൊരാൾക്ക് തെറ്റായി മാറുമ്പോൾ ഒരാളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു വിധി നിർണയം സാധ്യമല്ലാതായി മാറുന്നു. ബന്ധങ്ങൾക്കിടയിൽ ഒരു പുതുക്കൽ ആവശ്യമില്ലേ എന്ന ചോദ്യം ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കുടുംബത്തിനുള്ളിൽ സ്നേഹത്തിനേക്കാൾ മുന്നിലായി അധികാരപ്രയോഗങ്ങൾക്കുള്ള സ്ഥാനത്തെ ഒരു സാധാരണ സംഭവമായിട്ടാണ് നമ്മളൊക്കെ എക്കാലവും കണ്ടിട്ടുള്ളത്. ഭർത്താവിന് ഭാര്യയോടും അച്ഛനമ്മമാർക്ക് മക്കളോടും കാമുകി കാമുകന്മാർക്ക് പരസ്പരവും ഉള്ള അധികാരപ്രയോഗങ്ങളാണ് ബന്ധങ്ങളെ ഈ വിധം സങ്കീർണമാക്കുന്നതെന്നാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. കാലങ്ങളായി നമ്മുടെ സിനിമാ സീരിയൽ രംഗങ്ങളിൽ അമ്മായിയമ്മ മരുമകൾ ബന്ധം അങ്ങേയറ്റം മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും ശ്രമിക്കുന്ന 2 സ്ത്രീകളെയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചരിത്രം തിരുത്തിയ സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സീനിൽ കരഞ്ഞു വിഷമിച്ചിരിക്കുന്ന ലീലാമ്മ അടുത്ത നിമിഷം തന്നെ അങ്ങേയറ്റം ധൈര്യശാലിയായ സ്ത്രീയാവും. പാർവതിയുടെ നിലയും വ്യത്യസ്തമായിരുന്നില്ല. സ്നേഹം, പക, സംശയം, നിസ്സഹായത, ധൈര്യം, വാശി ഇതൊക്കെ മാറി മാറി പ്രകടിപ്പിക്കുന്നതിൽ ഇരുവരും മത്സരിക്കുകയായിരുന്നു. മലയാള സിനിമയിലെ സ്ത്രീകളൊക്കെ എവിടെ പോയെന്ന് ഇനി അടുത്ത കാലത്തൊന്നും ആർക്കും ചോദിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അത്രയധികം നല്ല പ്രകടനമായിരുന്നു രണ്ടുപേരുടേതും, പ്രത്യേകിച്ച് ഉർവശിയുടേത്. സങ്കീർണമായ സീനുകളുടെ എഫക്റ്റ് നല്ല വിധത്തിൽ തോന്നിപ്പിക്കാൻ സുഷിൻ ശ്യാമിൻ്റെ സംഗീതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ചിത്രം എഡിറ്റ് ചെയ്തിരിക്കുന്നത് കിരൺ ദാസാണ്. ഷഹ്നാദ് ജലാലിൻ്റെ ഛായാഗ്രഹണവും വളരെയധികം നന്നായിരുന്നു. മുഴുവൻ സമയവും വെള്ളത്തിലുള്ള ഷൂട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിയാവും ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എനിക്കിതിലെ വസ്ത്രാലങ്കാരവും വളരെയധികം ഇഷ്ടപ്പെട്ടു. ചിത്രത്തിൽ പ്രധാന വേഷമിട്ട മറ്റൊരു വ്യക്തിയാണ് അർജുൻ രാധാകൃഷ്ണൻ. പടയിലെ കളക്ടറെയും കണ്ണൂർ സ്ക്വാഡിലെ വില്ലനെയും ആ സിനിമ കണ്ടിട്ടുള്ളവർ മറക്കാനിടയില്ല. ഈ ചിത്രത്തിലും നന്നായിരുന്നു. കറിയൻ സൈനൈഡ് എന്ന ഒറ്റ സൃഷ്ടി കൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട സംവിധായകൻ ക്രിസ്റ്റോ ടോമിക്ക് ഈ ചിത്രത്തിലൂടെ നിരവധി അംഗീകാരങ്ങൾ നേടിവരുമെന്ന് ഉറപ്പാണ്. തോമസ് കുട്ടിയായി എത്തിയ പ്രശാന്ത് മുരളിയും വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ചും രോഗം മൂർച്ഛിച്ച് കാണിക്കുന്ന ചില സീനുകളുണ്ട്. അവിടെയൊക്കെ തോമസ് കുട്ടിയുടെ സഹോദരിയായി വന്നയാൾ, സിസ്റ്റർ ആൻറ്റി, അഞ്ജുവിൻ്റെ അമ്മ ഇവരൊക്കെ ഗംഭീര പ്രകടനമായിരുന്നു. എങ്കിലും സിനിമ മുഴുവനും ഉർവശി കൊണ്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയാം. സിനിമ കണ്ടതിന് ശേഷമാണ് സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടത്. പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ ട്രെയിലറിനകത്തുണ്ട്. അത്രയധികം ഡീറ്റെയിലിംഗ് ട്രെയിലറിൽ വേണമോ എന്ന സംശയവും ബാക്കിയാണ്. എന്തായാലും ഉള്ളൊഴുക്ക് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. റിവ്യൂ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 100ൻ്റെ സ്ഥാനത്ത് 1000 പേർ ഒരു നാൾ വരും എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് തൽക്കാലം വിടാം.